വയ്ക്കുകയായിരുന്നു. ലോകം അവസാനിച്ചു എന്ന് പറയുന്നതൊക്കെ യേശു ദൈവരാജ്യത്തിന്റെ ശക്തിയാൽ ആമേൻ ദൈവരാജ്യത്തെ അവരുടെ അകത്തേക്ക് തുറന്നു വയ്ക്കുകയായിരുന്നു. ഒന്നുകൂടെ ഞാൻ ആത്മാവിൽ നിങ്ങളുടെ അകത്തേക്ക് കുറച്ചുകൂടെ അതിനെ ലഘൂകരിച്ച് ഞാൻ പറയാം. ആമേൻ സ്തോത്രം. തനിക്കുള്ളതൊക്കെയും വിറ്റ് ചെലവഴിച്ചിട്ട് രോഗം സൗഖ്യമാകാത്ത രക്തസ്രാവ സ്ത്രീക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. യേശുവിന്റെ അടുക്കൽ പോയ ഇതിന് പരിഹാരം വരും. ലോകം പറഞ്ഞു നിർത്തിയെടുക്കുന്ന യേശു ദൈവരാജ്യത്തെ അവളുടെ അകത്ത് തുറന്നു വെച്ചു. ഇന്ന് രാത്രികാലം ഞാനിത് നിങ്ങളുടെ അകത്തേക്ക് കൈമാറുകയാണ്. ഇതുവരെ ലോകം കൈവിട്ട വിഷയങ്ങള് ഇനി നടക്കുകയില്ല എന്ന് പറയുന്നത് നീ യേശുവിന്റെ അകത്തേക്ക് നോക്കൂ. നീ ബൈബിൾ തുറന്ന് വായിക്കൂ. ദൈവരാജ്യം അതിനകത്ത് നിനക്ക് വേണ്ടി പുതിയ വഴികളെ, പുതിയ നിയമങ്ങളെ, പുതിയ സാമ്പത്തിക വഴികളെ, പുതിയ ശുശ്രൂഷകളെ, പുതിയ ആത്മനിറവിനെ, പുതിയ റവലേഷനെ ദൈവരാജ്യം നിന്റെ മേൽ തുറന്നു വയ്ക്കും. ബൈബിളിനകത്തേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നു. ആമേ സ്തോത്രം. ഹല്ലേലൂയ. തീമായി ബെത്ലഹേമായി ആമേ തീമായി ഉറക്കി വിളിക്കുകയാണ്, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ. എന്തുകൊണ്ട് അവൻ നിലവിളിച്ചു? അവനൊരു കാര്യം അറിയാം. ലോകം തീർന്നു എന്ന് പറയുന്ന വിഷയങ്ങളൊക്കെ യേശു അവിടെ മുതൽ ദൈവരാജ്യത്തെ ആരംഭിക്കുകയാണ്. അവനോട് പറഞ്ഞു, അടങ്ങിയിരിക്കുക, നീ ഗുരുവിനെ അസഹ്യപ്പെടുത്തല്ല. എന്നാൽ യേശു പറഞ്ഞു, അവനെ വിളിക്കുക, ഇവിടെ കൊണ്ടുവരിക. അവൻ പുതപ്പിട്ട് കളഞ്ഞ് അവൻ ചാടി എഴുന്നേറ്റു, യേശുവിന്റെ അടുക്കലേക്ക് ചെന്നു. ആമേൻ സ്തോത്രം. യേശു ചോദിച്ചു, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? ഓ യേശുവേ. അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച പ്രാപിക്കണം, എനിക്ക് കാഴ്ച പ്രാപിക്കണം. യേശു അവന്റെ ദൈവരാജ്യത്തെ തുറന്നു വെച്ചു. ആമേൻ. അർത്ഥം ലോകം അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് നിന്ന് യേശു ദൈവരാജ്യത്തെ പറഞ്ഞു തുടങ്ങി. നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞ ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ നോക്കി പറയണം, ഇവിടെ മുതൽ ദൈവരാജ്യം നിങ്ങളുടെ അകത്ത് ആരംഭിക്കുകയാണ്. ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയം മുതൽ ദൈവരാജ്യം നിന്നിൽ ആരംഭിക്കുകയാണ്. നിന്റെ അകത്തേക്ക് ദൈവിക ചിന്തകൾ ഇറങ്ങി വരുമ്പോൾ, വചനം കയറി വരുമ്പോൾ നിന്റെ അകത്തേക്ക് ദൈവരാജ്യത്തെ ദൈവം തുറന്നു വയ്ക്കുകയാണ്. ഒരു ദൂത് നിന്റെ അകത്ത് തരുമ്പോൾ ദൈവരാജ്യത്തെ നിന്റെ അകത്ത് തുറന്നു വയ്ക്കുകയാണ്. ഒരു പ്രോഫസി നിന്റെ അകത്തേക്ക് ദൈവം തരുമ്പോൾ നിന്റെ അകത്ത് ദൈവരാജ്യത്തെ ദൈവം തുറന്നു വയ്ക്കുകയാണ്. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ആ രോഗിയോട് പറയുക, ആമേൻ, എന്താണ് ലോകം ഇതുവരെ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. ആമേശ്വരം ദൈവരാജ്യത്തെ ഇന്നു മുതൽ യേശു നിന്റെ അകത്ത് തുറന്നു വെക്കുകയാണ്. ഏത് മാറാ രോഗവും അവിടെ മാറി യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകും. ഇന്ന് രാത്രികാലം ആമേൻ വഴിയടഞ്ഞു പോയവര് ദൈവനെ വലിയ മതില് കാണിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ ആ മതില് കാണുന്നില്ല, പക്ഷേ ഞാനിങ്ങനെ ആത്മാവിൽ കാണുകയാണ്. ഇൻവിസിബിൾ ആയി കിടക്കുന്ന ആമേൻ ഒരു കേറാൻ മല പോലെ, ബുദ്ധിമുട്ടായി കിടക്കുന്നത് പോലെ ഇൻവിസിബിൾ ആയി കിടക്കുന്ന ഒരു വലിയ ഒരു മല കല്ലുകൾ കൊണ്ട് കെട്ടിയിരിക്കുന്ന പോലെ, ഒരു എരിഹോ മതില് പോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് മുമ്പിലേക്ക് പോകാൻ കഴിയുന്നില്ല. എന്തോ നിങ്ങളെ ഒന്ന് തടയുന്നുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ ഈ വാക്ക് ഏറ്റു പറഞ്ഞാട്ടെ. ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് നിന്ന് യേശു ദൈവരാജ്യം പറഞ്ഞു തുടങ്ങി. ഓ ജീസസ്. ഇന്ന് രാത്രികാലം പറയും, നിങ്ങളുടെ റൂമിനകത്ത് കയറി പറയൂ. ഇന്ന് രാത്രി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് പറയൂ, ലോകം അവസാനിച്ചു, ആമേൻ, ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് യേശു ദൈവരാജ്യത്തെ പറഞ്ഞു തുടങ്ങി. ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുകയാണ്. അവിടെ കരയുന്നവരല്ലേ യേശു പുറത്താക്കി. അവര് പറഞ്ഞു, ആ കുഞ്ഞ് മരിച്ചുപോയി. യേശു ദൈവരാജ്യത്തെ അവിടെ പറഞ്ഞു, അവൾ ഉറങ്ങുകയാണ്. ദൈവരാജ്യത്തിന് അനന്യമായതാണ്, അത് നിത്യമായതാണ്. അതിൻ്റെ അകത്ത് ടൈം സോണിനകത്ത്, ആ ടൈം സോണിനകത്ത് ആർക്കും അവസാനം പറയാൻ അനുവാദമില്ല. കാരണം അവിടെ ഭരിക്കുന്നത് ദൈവമാണ്, അവിടെ വാഴുന്നത് ദൈവമാണ്. ലോകം അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് നിന്ന് ദൈവം ദൈവരാജ്യത്തെ തുറന്നു വെക്കുമ്പോൾ നിന്റെ ടൈം സോണുകൾ പൊട്ടിമാറും. നീ നിത്യമായ ഒന്നിനകത്തേക്ക് കയറും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കർത്താവിൽ വിശ്വസിക്കുന്നവരെ നിത്യജീവനുണ്ട്.
ഇന്ന് രാത്രികാലം ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും എനിക്ക് ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സുവിശേഷം പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്ന് രാത്രികാലം അങ്ങനെ ആരെങ്കിലും, എനിക്ക് കോളിംഗ് ഉണ്ട്, അങ്ങനെയുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇന്ന് രാത്രികാലം ഞാൻ ഈ പറയുന്ന ദൈവിക വെളിപ്പാട് നിങ്ങൾ ഏറ്റു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശുശ്രൂഷ നിങ്ങളുടെ അകത്ത് ഓപ്പണായി വരും. എന്താ പറയേണ്ടത്? ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് എന്ന് യേശു ദൈവരാജ്യത്തെ പറഞ്ഞു തുടങ്ങി. ശമര്യക്കാർക്കും യഹൂദർക്കും തമ്മിൽ സമ്പർക്കമില്ല, പക്ഷേ യേശു അന്ന് നട്ടുച്ചയ്ക്ക് ആ അതിർവരമ്പ് പൊട്ടിച്ചു. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് എന്ന് യേശു ദൈവരാജ്യത്തെ ആരംഭിച്ചു വെച്ചു. ലോകം അവസാനിപ്പിച്ച് വെക്കുന്ന സകല വിഷയങ്ങളിലൂടെയും ദൈവം ദൈവരാജ്യത്തെ ഒരവസരമായി കൊണ്ട് എന്തിന്? ദൈവരാജ്യത്തെ തുറന്നു വെക്കാൻ. നിങ്ങൾ ഉടനീളം നോക്കൂ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ എല്ലാറ്റിന്റെയും ആകത്തുക യേശു പറഞ്ഞ സുവിശേഷത്തിന്റെ പ്രവർത്തന രീതി, യേശു പറഞ്ഞ സുവിശേഷത്തിന്റെ ആ സുവിശേഷം പറഞ്ഞ രീതി. എവിടെ ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞുവോ ആ വിഷയത്തിനകത്ത് യേശു അന്നു മുതൽ ദൈവരാജ്യത്തെ തുറന്നു വയ്ക്കാൻ തുടങ്ങി, അന്നു മുതൽ ദൈവരാജ്യത്തെ പറഞ്ഞു തുടങ്ങി. ആ കള്ളൻ രക്ഷപ്പെടാൻ ഒരു ചാൻസുമില്ല, നിയമപരമായിട്ട് ഒരു ചാൻസുമില്ല. പക്ഷെ യേശു അവന്റെ അകത്ത് ദൈവരാജ്യത്തെ തുറന്നു വെക്കുകയാണ്. ഇന്ന് നീ എന്നോടുകൂടെ ദൈവരാജ്യത്തിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എത്ര കടമുള്ള കാര്യങ്ങളും അത് വളരെ സിമ്പിളായി മാറും. ദൈവനെ ആത്മീക സന്തോഷത്തിനകത്ത് കർത്താവിനെ നിറയ്ക്കുകയാണ്, ആത്മീക ആനന്ദത്തിനകത്ത് ദൈവനെ നിറയ്ക്കുകയാണ്. എത്ര പേർക്ക് അതിനകത്ത് ആത്മാവിൽ നിറയാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ അതിനകത്ത് 5-ാം അധ്യായത്തിനകത്ത് ആ മിശ്രം ബെഥസ്ദ എന്ന് പറയുന്ന ആ കുളത്തിനകത്ത് ദൂതന്മാരിറങ്ങി കൃത്യ സമയത്ത് കുളം കലക്കുമ്പോൾ ആ സെക്കൻഡിൽ ആരിറങ്ങുമോ അവർക്കൊരു വിടുതലുണ്ടാകും, ആ സെക്കൻഡിൽ ആദ്യം ഇറങ്ങുമോ അവർക്കൊരു സൗഖ്യമുണ്ടാകും. അത് ആലയത്തിനകത്ത് പതിവായി മാറി, അത് ആ കുളത്തിനകത്ത് പതിവായി മാറി, അത് അന്തരീക്ഷത്തിനകത്ത് പതിവായി മാറി. എന്നാൽ ആ കുളത്തിന്റെ പരിധിക്കകത്ത് 38 വർഷമായി വിഷയ പരിഹാരമില്ലാതെ ഒരു മനുഷ്യൻ അവിടെ മാറിക്കിടപ്പുണ്ടായിരുന്നു. അവനെ കൊണ്ടാക്കാൻ ആരുമില്ല, അവന്റെ കൺമുമ്പിൽ വിടുതൽ നടക്കുന്നു, അവനെ എത്തിക്കുവാൻ ആരുമില്ല, അവനെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല, അവനെ ഒരു കൈ സഹായിപ്പാൻ ആരുമില്ല. എന്നാൽ ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ പറയുകയാണ്, ലോകം എവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞുവോ അവിടെ നിന്ന് യേശു ദൈവരാജ്യത്തെ പറഞ്ഞു തുടങ്ങി. ഇന്ന് രാത്രിക്കാലം അത് മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവനെ കണ്ടപ്പോൾ അവിടെ നിന്ന് എഴുന്നേക്കാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് പറഞ്ഞ് തള്ളിയ കേസ് പോലും യേശു പറഞ്ഞു തുടങ്ങി. എന്താ ആ സൗഖ്യത്തിന്റെ ത്തിനകത്ത് ദൈവം മറ്റൊരു പവർഫുള്ളായ തലം തുറന്നു വെച്ചു. എന്താ? ദൈവ ശക്തിയാൽ ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞത് യേശു സാധ്യമാക്കി കാണിച്ചു. അർത്ഥം ലോകം അവസാനിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് യേശു ദൈവരാജ്യത്തെ പറഞ്ഞു തുടങ്ങി. നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ ഹസ്ബൻഡിനെ നോക്കി, നിങ്ങളുടെ വൈഫിനെ നോക്കി, നിങ്ങളുടെ ശുശ്രൂഷകളെ നോക്കി, നിങ്ങളുടെ ദേശത്തെ നോക്കി പറ, എന്റെ പട്ടണം ഒരു അനുഗ്രഹമാണ്, എന്റെ സഭ ഒരു അനുഗ്രഹമാണ്, എന്റെ വീട് ഒരു അനുഗ്രഹമാണ്, ഒരു അനുഗ്രഹമാണ്. ആമേൻ. അവസാനിച്ചു പോയി എന്ന് പറയുന്ന വിഷയങ്ങളകത്ത് ബൈബിൾ പറയുന്നു, ഞാൻ അതിനകത്തൊന്ന് പഠിക്കുന്നു, ദൈവം എനിക്കൊരു വെളിപ്പാട് തരുന്നു. ലോകം അവസാനിച്ചു എന്ന് പറയുന്ന യേശു ദൈവരാജ്യം പറഞ്ഞു തുടങ്ങി. എന്റെ അകത്തേക്ക് എങ്ങനെയാണ് സുവിശേഷം വന്നു തുടങ്ങിയത്? എന്റെ അകത്തേക്ക് എങ്ങനെയാണ് സുവിശേഷം ഞാൻ കേട്ടു തുടങ്ങിയത്? സ്തോത്രം, 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 സ്തോത്രം. ലോകം അവസാനം പ്രവർത്തിച്ചു തുടങ്ങി. ഒരിക്കലൊരു
മനുഷ്യൻ യേശു പറഞ്ഞു, ഒരിക്കലും ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ ഇറങ്ങി, അവൻ വിതച്ചു. ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറ സ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. അർത്ഥമെന്താ? ചിലത് ചവിട്ടിക്കളഞ്ഞു, ചിലത് ആമെ പിടിച്ചു വന്നുവെങ്കിലും വെയിൽ കൊണ്ട് കരിഞ്ഞു പോയി, ചിലത് ആമെ മുള്ളുകൾ ഞെരുക്കി കളഞ്ഞു. ലോകം ഞെരുക്കും, ചവിട്ടും, ആമെ നിന്നെ കരിച്ചു. എന്നാൽ യേശു അതേ വിധക്കാരനെ തന്നെ ഉപമയ്ക്കകത്ത് ഒന്ന് പറഞ്ഞു, ലോകം എത്ര 3 തവണ ഒതുക്കി വെച്ചതും അത് നിലത്ത് വീണത് പൊട്ടി കേട്ടു വന്നു. അതിനകത്ത് യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ ലോകം അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് യേശു ദൈവരാജ്യത്തെ പറഞ്ഞു തുടങ്ങി. അവൻ എനിക്കറിയാം ഇന്ന് എന്തൊക്കെയോ പട്ടാചാരണമായി നടക്കുന്നുണ്ട്. ഇന്ന് വരേണ്ട ദൈവദാസം വന്നില്ല. ഇന്ന് ഞാൻ മീറ്റിങ്ങിനകത്ത് കയറി ഞാനിപ്പോ ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോ ആമേശ്വരം എന്റെ വീട്ടിനകത്ത് ഗ്യാസ് കത്തി. സ്തോത്രം. എനിക്കറിയാം ആരോഗ്യ കർത്താവ് വിരുദ്ധിയാണ്. ആ വിഷയത്തെ ദൈവം പരാജയപ്പെടുത്തി ആമേശ്വരം തീ കത്തി പിടിക്കേണ്ടതായിരുന്നു. പക്ഷെ അതിനെ കർത്താവ് മാറ്റി. ആമേ ഇന്ന് രാത്രികാലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാലും ആമേ സ്തോത്രം. ഹാലേലൂയ. നിങ്ങളുടെ മുമ്പിൽ കാണുന്ന സകല വിഷയങ്ങളിൽ ദൈവം അവസാനിപ്പിക്കണം. യേശു പറഞ്ഞു തുടങ്ങിയത് എവിടെ ലോകം അവസാനിച്ചോ അവിടുന്ന് യേശു പറഞ്ഞു തുടങ്ങി. ശീമോൻ തോറ്റടുത്ത് നിന്നാണ് യേശുവിനെ പരിചയപ്പെടുത്തിയത്. നിന്നെ വിജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് മാനി തരുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ ജീവിതത്തെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. രാത്രികാലം ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അന്നൊത്തിരി വചനങ്ങൾ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. മരണം ആർക്കും പിടിച്ചു നിർത്താൻ കഴിയുന്നൊരു കാര്യമല്ല. പക്ഷെ യേശു അതിനകത്തും ഇറങ്ങി പറഞ്ഞു, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. എവിടെ ലോകം അവസാനിച്ചു എന്ന് പറയുന്നു അവിടെ യേശു ദൈവരാജ്യത്തെ പറഞ്ഞു തുടങ്ങി. ഇന്ന് രാത്രികാലം കർത്താവിനെ എന്നെ ബലപ്പെടുത്തും. ഇന്ന് രാത്രികാലം കർത്താവിനെ എന്നെ ശക്തീകരിക്കും. ആത്മാവിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിൽ നമുക്കൊന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിലാപങ്ങളെ അവൻ നൃത്തമാക്കി മാറ്റും. നിങ്ങളുടെ രക്തഴിച്ച് അവൻ സന്തോഷത്തെ ഉടുപ്പിക്കും. ഒരു വഴിയായി വന്ന ശത്രു 7 വഴിയായി ചിതറിപ്പോകാം. അസാധാരണമായ ചിലത യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. കർത്താവേ, ഞാൻ ഒരുമിച്ച് ഈ ദൈവജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി എനിക്ക് അവസരം തന്ന ഈ മീറ്റിംഗിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പങ്കെടുക്കുന്നവരെ എല്ലാവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ ദൈവിക വെളിപ്പാട് അനേകം ആമേ ശുശ്രൂഷകളെ ചലിപ്പിക്കട്ടെ. ഈ ദൈവിക വെളിപ്പാട് അനേകരെ ആത്മാവിൽ ചലിപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസിനോട് അവസരം തന്ന ആന്റിയോട് ഞാൻ നന്ദി പറയുന്ന. കർത്താവ് ഒത്തിരി മാനിക്കുകയും അനുഗ്രഹിക്കുകയും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമാറാണ്. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. ഹല്ലേലൂയ. എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. പരിശുദ്ധാത്മാവിന്റെ രാത്രി നമ്മളോട് പറഞ്ഞ ആ വലിയ വെളിപ്പാടിതാണ്. ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് കർത്താവ് ദൈവരാജ്യം ആരംഭിച്ചു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന കാര്യം ഇതാണ്, മനുഷ്യൻ നമ്മുടെ ചില വിഷയങ്ങളുടെ മേൽ ഹല്ലേലൂയ അവസാനിച്ചു, ഇനി അതിന്മേൽ ഒരു ഹല്ലേലൂയ ഒരു നീക്കുപോക്കും ഇല്ല എന്ന് പറയുന്നിടത്തുനിന്ന് കർത്താവ് ദൈവരാജ്യം ആരംഭിക്കാൻ പോവുകയാണ്. കർത്താവ് പുതിയതായി ഒന്ന് ആരംഭിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറഞ്ഞു ഹല്ലേലൂയ. ആ പടകിൽ ഹല്ലേലൂയ രാത്രി മുഴുവൻ വലയെറിഞ്ഞിട്ടും ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് കർത്താവ് ദൈവരാജ്യം ഹല്ലേലൂയ ആരംഭിച്ചു. ഹല്ലേലൂയ. കുടാരക സന്ദർഭ അതിൽ വല കീറുമാറ് മീൻ ലഭിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഏത് വിഷയത്തിലാണോ ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്തെന്ന് ദൈവരാജ്യം ആരംഭിച്ചു കഴിഞ്ഞു. ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു തുടങ്ങി കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തെ നോക്കി നമ്മൾക്ക് പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞു തുടങ്ങിയെടുത്ത്
യേശു ദൈവരാജ്യം ആരംഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ റെവലേഷൻ ഇന്ന് രാത്രി നമ്മുടെ വിഷയങ്ങളുടെ മേൽ ഹല്ലേലൂയ അത്ഭുതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നിങ്ങളത് വിശ്വാസത്താൽ അത് പിടിച്ചാട്ട്. കർത്താവേ ഹല്ലേലൂയ എന്റെ വിഷയത്തിന്റെ മേൽ ഹല്ലേലൂയ കർത്താവിന്റെ ദൈവരാജ്യം ആരംഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കലും ഹല്ലേലൂയ ഇനി അതിനൊരു നീക്കുപോക്കില്ല, ഇനി അതിനൊരു ഹല്ലേലൂയ അതിനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞെടുത്തെന്ന് ദൈവരാജ്യം ഇന്ന് രാത്രി ആരംഭിച്ചിരിക്കാൻ എന്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവങ്ങളോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഗുപ്ത പാസ്റ്റർ വരാമെന്ന് പറഞ്ഞതാണ്, ഏതോ മീറ്റിംഗ് കഴിഞ്ഞ് യാത്രയിലാണ്, പാസ്റ്റർ ഫോൺ എടുത്തില്ല. അങ്ങനെയാണ് ശോഭരാജ് പാസ്റ്റർ നമ്മുടെ നടുവിലെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഉപയോഗിച്ചു. കർത്താവ് നമ്മളോട് കൂടെയുണ്ട് ദൈവമക്കളെ. ഇന്ന് രാത്രി ഈ റെവലേഷൻ മാത്രം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇന്ന് രാത്രി വിടുതൽ സംഭവിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. വെളിപ്പാടുകളാണ് നമ്മുടെ സകലത്തെ ജയിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ വിഷയത്തിന്റെ മേലുള്ള വെളിപ്പാട് ഇന്ന് ശോഭരാജ് പാസ്റ്ററിലൂടെ നമ്മളോട് കൈമാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി നമ്മളത് ഏറ്റെടുത്ത് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എമർജൻസി ആയിട്ടൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഹല്ലേലൂയ. Anyone? ഇഷ്യൂ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അതിൻ്റെ മേൽ പൂർണ്ണമായും വിടുതൽ കൽപ്പിച്ചു കഴിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു. വേറെ ആർക്കും വിഷയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കണു. അപ്പം ഇനി വെള്ളിയാഴ്ച നമുക്കൊരു അത്ഭുത സാക്ഷ്യവും മദർ ടങ്സ് പ്രാർത്ഥനയുണ്ട്. എല്ലാവരും മറന്നു പോകാതെ കടന്നു വരിക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി വരുത്തുക. ഈ ലിങ്ക് തന്നെ ആയിരിക്കും നമ്മുടെ ആ മീറ്റിങ്ങിൻ്റെ ലിങ്ക്. സോ മേ ഗോഡ് ബ്ലെസ് യു. We'll meet again on this Friday. എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഇനി എന്നെ ഇത് കഴിഞ്ഞ് അറിയിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഓക്കെ. എന്തെങ്കിലും ദൈവാലോചനകൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ മേ ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്. നമുക്ക് ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹവും സഹവാസവും നമ്മുടെ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളോടും നമ്മൾ ഓരോരുത്തരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. നമുക്ക് ജയം തന്ന കർത്താവിന് ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവേ